നമ്മൾ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തൊരു ഗുണഭോക്താവിനെ തിരികെ നമ്മുടെ പൊസിഷൻ ട്രാക്കറിലേക്ക് എങ്ങനെയാണ് മൈഗ്രേറ്റ് ഇന്ന് ചെയ്തെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മുടെ അങ്കണവാടി ഏരിയയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കും മറ്റുമായി പോകുന്ന ഗുണഭോക്താക്കളെ താൽക്കാലികമായി നമ്മുടെ പൊസിഷൻ ട്രാക്കറിൽ നിന്നും ഒഴിവാക്കുന്നതിനായി മൈഗ്രേറ്റ് ഔട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവ് പിന്നീട് നമ്മുടെ അങ്കണവാടി ഏരിയയിലേക്ക് തിരികെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് അവരെ മൈഗ്രേറ്റ് ഇൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പൊസിഷൻ ട്രാക്കറിലേക്ക് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത ഒരു ഗുണഭോക്താവിനെ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ മൈഗ്രേറ്റ് ഇൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മറ്റൊരു അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവ് നമ്മുടെ അങ്കണവാടി ഏരിയയിലേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ താമസത്തിന് വരികയാണെങ്കിൽ ആ ഒരു ഗുണഭോക്താവിനെ നമ്മൾ AWC മൈഗ്രേഷൻ എന്ന മറ്റൊരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ പൊസിഷൻ ട്രാക്കറിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഗുണഭോക്താക്കളെ മൈഗ്രേറ്റ് ഇൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ പൊസിഷൻ ട്രാക്കറിൽ ഇതേ രീതിയിൽ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽസ് എന്നൊരു രജിസ്റ്റർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ മുമ്പ് മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളെയാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കുക. ഈ ഒരു ലിസ്റ്റിൽ ഓരോ ഗുണഭോക്താവിൻ്റെയും പേരിന് വലതുവശത്തായിട്ട് ഇതേ രീതിയിൽ മൈഗ്രേറ്റ് ഇൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഗുണഭോക്താക്കളെ തിരികെ നമ്മുടെ പൊസിഷൻ ട്രാക്കറിലേക്ക് മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഏത് ഗുണഭോക്താവിനെയാണോ നമുക്ക് മൈഗ്രേറ്റ് ഇൻ ചെയ്യേണ്ടത് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിന് വലതുവശത്ത് കാണുന്ന ഈ ഒരു മൈഗ്രേറ്റ് ഇൻ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺഫർമേഷൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ യെസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇത്തരത്തിലൊരു സക്സസ് സ്ക്രീന് കാണാൻ സാധിക്കും. അതിൽ താഴെ കാണുന്ന ഗോ ടു ഹോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുറകോട്ട് പോരാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ മൈഗ്രേറ്റ് ഇൻ പ്രോസസ്സ് പൂർത്തീകരിച്ചു. പിന്നീട് 24 മണിക്കൂറിനുള്ളിലായി തന്നെ ഈ ഒരു ഗുണഭോക്താവ് നമ്മുടെ രജിസ്റ്ററിലേക്ക് തിരികെ എത്തുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരിക്കലും മൈഗ്രേറ്റ് ഔട്ട് ചെയ്തൊരു ഗുണഭോക്താവിനെ തിരിച്ച് മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത ചില ഗുണഭോക്താക്കളെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു ഗുണഭോക്താവിൻ്റെ കാലപരിധി അവസാനിച്ചത് കൊണ്ടാണ് ആ ഒരു ഗുണഭോക്താവ് ഓട്ടോമാറ്റിക്കായി ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇനാക്റ്റീവായി പോയിട്ടുള്ളത്. അതായത് സാധാരണ നമ്മുടെ പൊസിഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി രജിസ്റ്ററിൽ നിന്നും ഒരു ഗുണഭോക്താവ് ഓട്ടോമാറ്റിക്കായി ഇനാക്റ്റീവായി പോകുന്ന പോലെ തന്നെ ഈ ഒരു മൈഗ്രേറ്റ് ഔട്ടഡ് പ്രൊഫൈൽസ് എന്ന ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഗുണഭോക്താക്കൾ ഓട്ടോമാറ്റിക്കായി ഇനാക്റ്റീവായി പോകുന്നതാണ്. അതായത് നമ്മളൊരു ഗർഭിണിയെയാണ് മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ഗർഭിണി ഉടനെ തന്നെ ഈ ഒരു മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽസ് എന്ന ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നീട് ആ ഒരു ഗർഭിണിയുടെ EDD അഥവാ എക്സ്പെക്റ്റിംഗ് ഡെലിവറി ഡേറ്റ് തൊട്ട് 20 ദിവസം പൂർത്തിയായാൽ ഉടനെ തന്നെ ആ ഒരു ഗർഭിണി ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇനാക്റ്റീവായി പോകുന്നതാണ്. അതുപോലെ പാലൂട്ടുന്നമ്മമാരാണെങ്കിൽ ആ ഒരു പാലൂട്ടുന്നമ്മയുടെ 6 മാസത്തെ കാലപരിധി കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇനാക്റ്റീവായി പോകുന്നതാണ്. അതുപോലെ കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് 6 വയസ്സ് പൂർത്തിയായാൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇനാക്റ്റീവായി പോകുന്നത്. അത്തരത്തിലൊരു ഗുണഭോക്താവ് ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഗുണഭോക്താവിനെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.